ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ച് തൻ്റെ വചനപ്രഘോഷണം, കാവ്യാത്മകമായ രചനകൾ എന്നിവയിലൂടെ തിരുസഭയ്ക്കും സമൂഹത്തിനും സ്തുത്യർഹമായ സംഭാവനകൾ നൽകി പിൽക്കാലത്ത് തിരുസഭയിലെ വേദപാരംഗതന്മാരിലൊരാളായ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെക്കുറിച്ചാണ് ഇന്ന് ഈ വചനവിരുന്നിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ തിരുസഭയിൽ ആചരിക്കുന്നത്. നമുക്ക് അൽഫോൻസ് ലിഗോരി എന്നുള്ള പേര് ഒരുപക്ഷെ സുപരിചിതമായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതമോ ജീവചരിത്രമോ നമുക്ക് അത്രയധികം പരിചയക്കുറവോ ഉണ്ടായിരിക്കാം. എന്നാൽ അൽഫോൻസാമയെ നമുക്ക് വേണ്ടവണ്ണം അറിയാം. നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയാണ് വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അതെ, വിശുദ്ധ അൽഫോൻസാമ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയ വേളയിൽ തൻ്റെ പേരിന് കാരണഭൂതനായിട്ട് അല്ലെങ്കിൽ സ്വർഗീയ മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുത്ത വിശുദ്ധനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനും വിചിന്തനം നടത്തുവാനായിട്ട് പോകുന്നത്. 1696 ആണ്ടിൽ സെപ്റ്റംബർ 27-ാം തീയതിയാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഭൂജാതനാകുന്നത്. ഇറ്റലിയിലെ നേപ്പിൾസ് പ്രവിശ്യയിലുള്ള ഒരു വലിയ പ്രഭു കുടുംബത്തിൽ 7 മക്കളിൽ ഏറ്റവും മൂത്തവനായിട്ടാണ് അൽഫോൻസിൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അൽഫോൻസിൽ നിന്ന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവനൊരു പണ്ഡിതനാകണം, നന്നായിട്ട് പഠിക്കണം, നല്ലൊരു വാഗ്മിയാകണം, അതുപോലെ തന്നെ നിയമം പഠിക്കണം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്. അപ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങി അൽഫോൻസ് നിയമ പഠനം ആരംഭിച്ചു. അങ്ങനെ 16-ാം വയസ്സിൽ തന്നെ, അതെ വെറും 16-ാം വയസ്സിൽ തന്നെ നിയമത്തിൽ പാണ്ഡിത്യം സിദ്ധിച്ച് അദ്ദേഹം കേസുകൾ വാദിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം വാദിച്ച കേസുകളൊക്കെയും നല്ല രീതിയിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വക്കീലായിട്ട് ഈ ചെറുപ്പക്കാരൻ വളർന്നു വന്നു. അങ്ങനെ അദ്ദേഹം വാദിച്ച ഒരു കേസുകളിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നില്ല. എന്നാൽ അങ്ങനെയിരിക്കെ ഒരു വലിയ സംഖ്യയുടെ കൈമാറ്റത്തെ പറ്റിയുള്ള ഒരു കേസിൽ ഒരു പ്രധാനപ്പെട്ട രേഖ കാണാതെ അൽഫോൻസ് ലിഗോരി കേസ് വാദിക്കാനിടയായി. പക്ഷെ നിർഭാഗ്യവശാൽ തൻ്റെ എതിർഭാഗം കക്ഷികൾ ആ രേഖ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും അവർ അൽഫോൻസ് ലിഗോരിയെ കേസിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു പരാജയം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാനസാന്തരത്തിന്, ഒരു വ്യത്യസ്തമായ ചിന്താഗതിയിലേക്ക് തന്നെ നയിക്കുന്നതിന് ഇടയായി. അൽഫോൻസ് ലിഗോരി ആ പരാജയത്തിന് ശേഷം ഇപ്രകാരം തന്നോട് തന്നെ പറയുകയുണ്ടായി: ലോകത്തിൻ്റെ മായാ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി ഞാൻ കോടതിയിലേക്ക് പോവുകയില്ല. അപ്പോൾ ആ ഒരു പരാജയത്തിലൂടെ ഈ ലോകത്തിൻ്റെ മായിക ഭാവം അൽഫോൻസ് ലിഗോരിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ഈ ലോകത്തെ വെടിഞ്ഞ് ക്രിസ്തുവിനെ പ്രാപിക്കുവാനായിട്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടായപ്പോൾ ഒരു ആന്തരിക സ്വരം അൽഫോൻസ് ലിഗോരിയെ നയിക്കുകയും ചെയ്തു. അതിപ്രകാരമായിരുന്നു: ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് തരിക. അതെ, അതായിരുന്നു യേശുനാഥൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മന്ത്രിച്ചത്. മകനെ അൽഫോൻസ്, നീ ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് തരിക. ചിലേറെ സ്നേഹമുള്ളവരെ, അൽഫോൻസ് ലിഗോരിയുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ശ്രവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ചില പരാജയങ്ങളാണ് നമ്മളെ യേശുനാഥനിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നത്, ഒരുപക്ഷെ വളരെ പെട്ടെന്ന് അടുപ്പിക്കുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം കാംക്ഷിച്ച് എല്ലായിടത്തും സക്സസ് അതിനുവേണ്ടി മാത്രം ഉരുമ്പിട്ടിറങ്ങിയാൽ പലപ്പോഴും ആ ക്രിസ്താനുഭവം നമുക്ക് അന്യം നിന്ന് പോകും. അത് പ്രാപിക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല. പല സംസ്കാരങ്ങളുടെ, പല വിശുദ്ധന്മാരുടെയൊക്കെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അവർ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഒരു മാനസിക പരിവർത്തനത്തിലൂടെ യേശുവിലേക്ക് തിരികെ നടക്കുവാനായിട്ട് കാരണമായത് അവരുടെ ജീവിതത്തിലെ വൻ വിജയങ്ങളല്ല, മറിച്ച് പരാജയങ്ങളാണ്. അൽഫോൻസ് ലിഗോരിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എപ്രകാരമാണ് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ യേശുവിലേക്ക് എത്തിച്ചില്ല, മറിച്ച് ഒരു പരാജയം ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ ലോക ജീവിതത്തോട് ഗുഡ് ബൈ പറയുകയും അതിനുശേഷം യേശു കാണിച്ചു തരുന്ന പാതയിലൂടെ ജീവിക്കുവാനായിട്ട് ഒരു താല്പര്യം കാണിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഈ ലോകം മുഴുവൻ നേടുവാനായിട്ട് ആ യുവാവ് പരിശ്രമിച്ചു. പക്ഷേ
ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 3-ാം തിരുവചനത്തിൽ അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലുളി അവൻ്റെ മേൽ പതിച്ചു, അവൻ നിലം പതിച്ചു. നോക്കുക, പൗലോസ് അപ്പസ്തോലൻ നിലം പതിക്കുകയാണ്. അവൻ്റെ ആ എപ്പോഴുമുള്ള ആ വിജയിച്ചുകൊണ്ടുള്ള യാത്രയിൽ, ആ വിജയ ശ്രീലാളിതനായിട്ട് താൻ നടത്തിക്കൊണ്ടിരുന്ന ആ യാത്രയിൽ നിന്നും ഒരു വേള നിലം പതിച്ചപ്പോഴാണ് ക്രിസ്തുനാഥൻ്റെ ശബ്ദം അവൻ ശ്രവിക്കുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള മിന്നലുളി അവൻ്റെ മേൽ പതിക്കുവാനായിട്ട് ഇടയായത്. അതൊരു മാനസാന്തരത്തിന്, മാനസിക പരിവർത്തനത്തിന് കാരണമാകുന്നു. വീണ്ടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴും ഇതേ സത്യം തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ഒരു വലിയ പടയാളിയാകുവാനായിട്ട്, ഒരു ധീര യോദ്ധാവാകുവാനായിട്ട് ആഗ്രഹിച്ചിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു, രോഗിയായിട്ട് മാറുന്നു, ആരോരും ശുശ്രൂഷിക്കാനില്ലാതെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു. ആ നിമിഷങ്ങളാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് എത്തിച്ചത്. ദൈവത്തിൻ്റെ ശബ്ദം, അതെ, ക്രിസ്തുനാഥൻ്റെ ശബ്ദം ആ കുരിശിൽ നിന്നും ശ്രവിക്കുവാനായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് ഇടവന്നത് ഈ പരാജയപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ 3 വിശുദ്ധരുടെയും, അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആകട്ടെ, പൗലോസ് ലീഹായാകട്ടെ, അൽഫോൻസ് ലിഗോരി ആകട്ടെ, ഇവരുടെയൊക്കെയും ജീവിതങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നത് പരാജയങ്ങൾ, അതെ, പരാജയങ്ങൾ, പതനങ്ങൾ, അത് നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും എന്നുള്ള സത്യമാണ്. അമേരിക്ക എന്ന വലിയൊരു രാജ്യം 1990കളിലും 2000 ആണ്ടിൻ്റെ അല്ലെങ്കിൽ 2000 ദശകത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുമൊക്കെ ഒരുപക്ഷെ ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു വലിയ ദുരന്തം അവർക്ക് സംഭവിക്കുന്നത്. 2001 ആണ്ടിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ, അതെ, അത് ആക്രമിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ദുരന്തത്തിന് ശേഷം അമേരിക്കൻ സംസ്കാരം തന്നെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആ ഒരു വലിയ പതനം, ആ ഒരു വലിയ പരാജയം ആ സംസ്കാരത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്തു. ഇന്ന് യൂറോപ്പിലും ലോകത്തിന് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വിശ്വാസ ജീവിതത്തിൽ, കുടുംബങ്ങളിലൊക്കെ ഒത്തിരിയധികം ഒരു ക്രിസ്താനുഭവത്തിലേക്ക് അവർ വീണ്ടും തിരികെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അൽഫോൻസ് ലിഗോരിക്കുണ്ടായതുപോലുള്ള പരാജയങ്ങൾ, അതെ, നമ്മുടെയൊക്കെ അഹന്തയിൽ നിന്നും, നമ്മുടെയൊക്കെ എപ്പോഴും വിജയിക്കണം, സക്സസ്ഫുൾ ആകണമെന്ന ചിന്തയിൽ നിന്നും ഇടയ്ക്കിടെ തമ്പുരാൻ കർത്താവ് ഇടപെട്ട് നമുക്ക് നൽകുന്ന കൊച്ചു കൊച്ചു പരാജയങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളെ എന്തെന്നില്ലാതെ യേശുവിൻ്റെ ആ ദിവ്യ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ കൂടുതൽ ധ്യാന വിഷയമാക്കുമ്പോൾ ഒരിക്കലും മറന്നു കളയരുതാത്തൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ച ദിവ്യരക്ഷകൻ്റെ സഭയാണ്. 1731-32 കാലഘട്ടങ്ങളിൽ വിശുദ്ധ അൽഫോൻസ് ഒരു സഭ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് റിഡംട്രിസ്റ്റ് സഭ അല്ലെങ്കിൽ CSSR എന്നറിയപ്പെടുന്ന ദിവ്യരക്ഷകൻ്റെ സഭയാണ് അദ്ദേഹം അന്ന് സ്ഥാപിച്ചത്. ആ സഭയിലൂടെ അദ്ദേഹം ആഗ്രഹിച്ചത് പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, അതെ, പോപ്പുലർ മിഷൻ ധ്യാനങ്ങളും മറ്റും വചനപ്രഘോഷങ്ങളുമൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ചേരി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെയുള്ള മക്കൾക്ക് വേണ്ടി വചനമെത്തിക്കുവാനായിട്ട്, അവരിലേക്ക് ക്രിസ്തു സന്ദേശം എത്തിക്കുവാനായിട്ടായിരുന്നു ഈ ദിവ്യരക്ഷകൻ്റെ സഭ, റിഡംട്രിസ്റ്റ് സഭ അദ്ദേഹം ആരംഭിച്ചത്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പാഷണ്ഡതയുണ്ടായിരുന്നു, പാഷണ്ഡികളായ ജാൻസനിസ്റ്റുകൾ. അപ്പോൾ ജാൻസനിസത്തിനെതിരെയും അദ്ദേഹം ഘോരം പോരാടി എന്നുള്ളതും ഒരു ചരിത്ര സാക്ഷ്യമാണ്, ചരിത്ര സത്യമാണ്. അപ്പോൾ ഒരു വചന പ്രഘോഷകനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇറങ്ങിത്തിരിക്കുമ്പോൾ ജാൻസനിസ്റ്റുകൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ പ്രബോധനത്തിനെതിരായിട്ട് അൽഫോൻസ് ലിഗോരി തൻ്റെ ശിഷ്യരോടും അന്നത്തെ പുരോഹിതരോടുമൊക്കെയായിട്ട് പറയുന്നൊരു കാര്യം ഇത് പ്രകാരമാണ്: അനുതപിക്കുവാനായിട്ട് കടന്നു വരുന്നവരെ, ആ ആത്മാക്കളെ ഒത്തിരി സ്നേഹത്തോടും കരുണയോടും കൂടി വേണം അവരോട് വർത്തിക്കുവാനായിട്ട്. ഒരിക്കലും കുമ്പസാരക്കൂട്ടിലേക്ക് അല്ലെങ്കിൽ ധ്യാനം ശ്രവിക്കുവാനായിട്ട്, വചനം ശ്രവിക്കുവാനായിട്ട് കടന്നു വരുന്ന അനുതാപികളെ, പാപികളായ വ്യക്തികളെ ഒരിക്കലും കുറ്റവാളി എന്നതുപോലെ കരുതരുത് എന്ന് വിശുദ്ധ അൽഫോൻസ് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ തൻ്റെ ശിഷ്യരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങൾ പുരോഹിതർക്ക് കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരം കേൾക്കുമ്പോൾ ഒരു വലിയ വെളിച്ചമായിട്ട് മാറുന്നത് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഈ ഒരു പ്രബോധനമാണ്, ഈ ഒരു തിരിച്ചറിവ്. ഇത് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർഗ്ഗദീപമാണ്. കുമ്പസാരക്കൂട്ടിലേക്ക്
പാപഭാരവുമായിട്ട് കടന്നു വരുന്ന ഓരോ അനുതാപിയെയും യേശുനാമത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഞങ്ങൾ പുരോഹിതർക്ക് ഇന്നും കഴിയുന്നുണ്ടെങ്കിൽ അൽഫോൻസ് ലിഗോരിയെ പോലുള്ള പുരോഹിതരുടെ, ആ വിശുദ്ധരുടെ പ്രബോധനങ്ങളാണ് ഞങ്ങൾക്കിന്നും പ്രചോദനമായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാപങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പുരോഹിതൻ നമ്മളെ അകാരണമായിട്ട് ശാസിച്ചാൽ, നമ്മളോട് ഒരു കുറ്റവാളി എന്നതുപോലെ നമ്മളോട് പെരുമാറിയാൽ, നമ്മൾക്ക് പിന്നീട് ഒരിക്കലും കുമ്പസാരക്കൂടിനെ സമീപിക്കുവാൻ, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹമായ യേശുനാഥനെ കുമ്പസാരക്കൂട്ടിൽ കണ്ട് അനുഭവിക്കുവാൻ നമുക്കൊരിക്കലും അതിന് മനസ്സ് വരികയില്ല. കുമ്പസാരക്കൂട്ടിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ശാപവാക്കുകളും ഓരോ വഴക്കുകളുമൊക്കെ അത് തിക്താനുഭവങ്ങളായിട്ട് അവശേഷിക്കുന്നു, അതൊക്കെയും മുറിവുകളായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വരുന്ന, വചനം ശ്രവിക്കുവാനായിട്ട് കടന്നു വരുന്ന, അനുതപിക്കുന്ന ഓരോ പാപിയെയും കരുതലോടും കരുണയോടും കൂടി പരിഗണിക്കണമെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പഠിപ്പിക്കുന്നു. അതിന്നും സഭയിൽ പ്രാവർത്തികമാക്കപ്പെടുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു സത്യം. അങ്ങനെ 1732 കാലഘട്ടങ്ങളിൽ രക്ഷകന്റെ സഭ സ്ഥാപിച്ച വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഏതാണ്ട് 30 വർഷത്തിന് ശേഷം ഈശോ ആ വ്യക്തിയെ, ആ വിശുദ്ധനെ ഒരു മെത്രാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇറ്റലിയിലെ തന്നെ സാന്റ് അഗാത്ത ദി ഗോത്തി എന്ന രൂപതയുടെ മെത്രാനായിട്ട് ഈ വിശുദ്ധനെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മെത്രാനാകാനുള്ള വലിയ താല്പര്യമൊന്നും അൽഫോൻസ് ലിഗോരിക്ക് ഇല്ലായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ എളിമയോടുകൂടി സഭയിൽ ശുശ്രൂഷ ചെയ്തു കൊള്ളാം, ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പദവിയോ ആദരവുകളോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെത്രാൻ പദവിയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ട് പരമാവധി പരിശ്രമിച്ചു. അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു ഒരു മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്യുക എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കാറുണ്ട്, തിരുസഭയിൽ ഇങ്ങനെ അധികാര ശ്രേണികളുണ്ട്. അതിന് നമ്മൾ ഹയരാർക്കി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പറയുമ്പോൾ അധികാര ശ്രേണിയാണെങ്കിലും അധികാരത്തിൽ മുകളിലേക്ക് പോകും തോറും കൂടുതൽ ശുശ്രൂഷാ മനോഭാവത്തോടു കൂടിയാണ് ഓരോ വ്യക്തികളും വളരേണ്ടത്. പുരോഹിതരായിക്കൊള്ളട്ടെ, പിന്നീട് മെത്രാനാകുന്നു, അതിരൂപതാധ്യക്ഷനാകുന്നു, കർദിനാളാകുന്നു, മാർപ്പാപ്പായാകുന്നു. ഓരോ തവണയും ഈ ഹയരാർക്കിയിൽ, അധികാര ശ്രേണിയിൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള വിളിയാണ് അത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഹയരാർക്കി അല്ല. തിരുസഭയിലെ ഹയരാർക്കി എന്ന് പറയുന്നത് കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനാണ്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പായെ ദ സെർവൻറ്റ് ഓഫ് ദ സെർവൻസ് ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്. എല്ലാ ശുശ്രൂഷകരുടെയും ശുശ്രൂഷയായിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് എന്ന് പറയുക. അപ്പോൾ വിശുദ്ധ അൽഫോൻസ് ലിഗോരിക്കും ഈ ഒരു ദൗത്യം കൈവന്നപ്പോൾ എളിമയോടുകൂടി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് സമാനമായ മറ്റൊരു കഥയും സഭാചരിത്രത്തിലുണ്ട്. വിശുദ്ധ ബൊനവെഞ്ചർ, സഭാപിതാവായ വിശുദ്ധ ബൊനവെഞ്ചറെ ഇതുപോലെ തന്നെ അദ്ദേഹത്തെയും ഒരു മെത്രാനായി, കർദിനാളായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് അന്നത്തെ മാർപ്പാപ്പ തുനിഞ്ഞു. അപ്പോൾ കർദിനാളിൻ്റെ ശിരസിൽ വയ്ക്കേണ്ടതായിട്ടുള്ള ആ ഒരു തൊപ്പി, മെത്രാൻ്റെ തൊപ്പി എന്ന് പറയുന്നത്, അത് ആശ്രമത്തിലേക്ക് കൊടുത്തുവിട്ടു. അപ്പോൾ വിശുദ്ധ ബൊനവെഞ്ചർ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്ന, റോമിൽ നിന്ന് വന്ന സഭാധികാരികൾ പറഞ്ഞു, ഇങ്ങനെ മെത്രാൻ്റെ തൊപ്പിയുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കർദിനാളിൻ്റെ തൊപ്പിയുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ബൊനവെഞ്ചർ പറഞ്ഞു, ആ തൊപ്പി അവിടെ മരത്തിൽ തൂക്കിയിട്ടേരെ, ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് അത് അവിടെ നിന്ന് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് വിശുദ്ധർക്കുള്ള സങ്കല്പം തികച്ചും വ്യത്യസ്തമാണ്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് തങ്ങളെക്കാൾ ജീവിത വിശുദ്ധിയും തങ്ങളെക്കാൾ പ്രാവീണ്യവുമുള്ള വ്യക്തികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ പരമാവധി ഇത്തരം ശുശ്രൂഷകളിൽ നിന്നും, അല്ലെങ്കിൽ ഹയരാർക്കി, സഭാധികാരത്തിൽ നിന്നും മാറി നിൽക്കുവാനാണ് പല വിശുദ്ധരും ആഗ്രഹിച്ചിരുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അതുകൊണ്ട് ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ചും പുരോഹിതരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും സഭയിലെ അധികാര ശ്രേണിയിലേക്ക് വളരുവാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം, ഒരു ഇച്ഛ മനസ്സിലുണ്ടാകുമ്പോൾ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ഇത്തരം അധികാരത്തിൽ നിന്നുമൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എളിമയോടുകൂടി, വിനയത്തോടുകൂടി, എനിക്കിതൊന്നും വേണ്ട, ഈശോ നൽകിയിരിക്കുന്ന ഏറ്റവും ലളിതമായ ദൗത്യം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊള്ളാമെന്ന ഒരു ബോധ്യം, ഒരു അവബോധമായിരിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. എങ്കിലും വിശുദ്ധ അൽഫോൻസ് ലിഗോരി മെത്രാനായ ശേഷം സഭയ്ക്കും സമൂഹത്തിനും ഒത്തിരിയധികം നന്മകൾ ചെയ്തു. പ്രത്യേകിച്ചും കാരുണ്യ പ്രവൃത്തികളിലൂടെ തൻ്റെ രൂപതയിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുകയും ഇടപെടുകയും അവർക്കെല്ലാം ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്ന ഒരു നല്ല ഇടയനായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു.
വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മറന്നു കളയാൻ കഴിയാത്തൊരു കാര്യമാണ്, അദ്ദേഹം വേദപാരംഗതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളിലൂടെ, കത്തുകളിലൂടെയൊക്കെയും സഭയ്ക്കും സമൂഹത്തിനും ഉദാത്തമായ സംഭാവനകൾ ചെയ്തു അദ്ദേഹം. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ദ ഗ്ലോറീസ് ഓഫ് മേരി, അതായത് മരിയൻ മഹത്വങ്ങൾ. പല പണ്ഡിതന്മാരും പറയുന്നത് ഈ മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം പോലെ പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള, പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റു മനോഹര ഗ്രന്ഥങ്ങൾ കിട്ടാനില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച, അമ്മയെക്കുറിച്ചുള്ള ആധ്യാത്മിക ചിന്തകൾ തൻ്റെ തൂലികയിലൂടെ രേഖപ്പെടുത്തിയ ഒരു വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അപ്പോൾ മരിയൻ മഹത്വങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്ത ഗ്രന്ഥമാണ് വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ. അതെ, വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന ഈ ഗ്രന്ഥം വിശുദ്ധ അൽഫോൻസ് ലിഗോരി ജീവിച്ചിരിക്കെ തന്നെ അതിന് ഏകദേശം 41 പുത്തൻ പതിപ്പുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ ഒരു ഗ്രന്ഥം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെയും, അല്ലെങ്കിൽ അൽഫോൻസ് ലിഗോരി രചിച്ച ഗ്രന്ഥങ്ങളൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയോട് എന്തെന്നില്ലാത്ത ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമാതാവിനോടും എന്തെന്നില്ലാത്ത സ്നേഹാദരവുകൾ ഉണ്ടായിരുന്നു. ഇനി അതുകൂടാതെ ഒരു മോറൽ ദൈവശാസ്ത്രജ്ഞനായിരുന്നു, മോറൽ തിയോളജിയനായിരുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അപ്പോൾ ആ മേഖലയിലെല്ലാം നിരവധി പാണ്ഡിത്യം തികഞ്ഞ ഗ്രന്ഥങ്ങൾ രചിക്കുകയും സഭാമക്കളെ യേശുവിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും ആനയിക്കുകയും ചെയ്ത ഒരു പുണ്യവാനായിരുന്നു. അപ്പോൾ ഈ മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മരിയ ഭക്തിയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പുണ്യവാൻ അതിൽ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മരിയ ഭക്തിയിൽ വളർന്നു കഴിഞ്ഞാൽ ഗുണം 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് അനുതാപ ജീവിതത്തിന് അത് നമ്മളെ ഒരുക്കുന്നു. അതെ, മറിയത്തോടുള്ള ഭക്തിയിൽ വളർന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗീയ അമ്മയുടെ ആ ഒരു വാത്സല്യത്തിന് കീഴിൽ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ അനുതപിക്കുവാനായിട്ടും അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു അനുതാപ ജീവിതത്തിന്, നല്ലൊരു കുമ്പസാരത്തിന്, പാപത്തെ വെറുത്ത് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന അമ്മയിലൂടെയാണ് സാധിക്കുക എന്നാണ് വിശുദ്ധൻ അതിലൂടെ സമർത്ഥിക്കുന്നത്. രണ്ടാമതായിട്ട് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന്, അതെ, പരിശുദ്ധ അമ്മ ഒരു നല്ല അമ്മ തന്നെയാകയാൽ കുടുംബജീവിതത്തിലായിരിക്കുന്നവരെല്ലാവരും പരിശുദ്ധ അമ്മയെ മാതൃകയാക്കുക, അമ്മയുടെ സ്നേഹവാത്സല്യത്തിൽ വളരുക, അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുക. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് നമ്മളെ സഹായിക്കുന്നത് മരിയ ഭക്തിയാണെന്ന് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് രോഗസൗഖ്യം, അതെ, രോഗസൗഖ്യത്തിനും പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമാണ് എന്നാണ് ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ മരിയ ഭക്തിയിൽ വളരുവാൻ, വിശുദ്ധ ബലിയർപ്പണത്തോടുള്ള ഭക്തിയിൽ വളരുവാനായിട്ടൊക്കെയും പ്രചോദനം നൽകുന്ന ഒരു പുണ്യചരിതനാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. പ്രിയമുള്ളവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഈ ദിവ്യരക്ഷകൻ്റെ സഭാംഗങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് കൂടെ പരാമർശിക്കേണ്ടത് വളരെ ഔചിത്യമുള്ളൊരു കാര്യമാണ്. റിഡംട്രിസ്റ്റ് സഭാംഗങ്ങളിലൂടെയാണ് ഇന്ന് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ഇന്ന് നമ്മുടെ ദേശത്തും ഈ ലോകത്തിൽ മുഴുവൻ പ്രചരിക്കപ്പെടുന്നത്. അതെ, നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഭവനങ്ങളിലും നമ്മുടെയൊക്കെ ഇടവകകളിലുമൊക്കെ ചൊല്ലുന്ന നൊവേനയുണ്ടല്ലോ, നിത്യസഹായ മാതാവിനോടുള്ള നൊവേന, അതിൻ്റെ പ്രചാരകരായിരിക്കുന്നത് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ സഭാംഗങ്ങളായ റിഡംട്രിസ്റ്റ് സഭാംഗങ്ങളാണ്. അപ്പോൾ ആ ചിത്രം, നിത്യസഹായ മാതാവിൻ്റെ ആ ഒരു ഐക്കൺ, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആ ഒരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രം ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് റോമിലുള്ള വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ദേവാലയത്തിലാണ്. അപ്പോൾ റോമ നഗരത്തിൽ എസ്ക്വിലിൻ ഹിൽ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. എസ്ക്വിലിൻ ഹിൽ അതൊരു ഹില്ലോ പർവ്വത പ്രദേശമൊന്നുമല്ല, സമതല പ്രദേശം തന്നെയാണ്. അവിടെ അൽഫോൻസ് ലിഗോരിയുടെ ഒരു മനോഹരമായ ദേവാലയമുണ്ട്. അവിടെ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഈ ഐക്കൺ, ആ ചിത്രം വളരെ മനോഹരമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ റോമ സന്ദർശന വേളയിൽ ഈ ഉള്ളവന് ആ ദേവാലയത്തിൽ പോകുവാനും അമ്മയുടെ ആ ചിത്രത്തിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുമായിട്ടും ഈശോ വലിയൊരു അവസരമൊരുക്കി. അപ്പോൾ ആ അമ്മയുടെ ചിത്രത്തിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ദൈവികമായ അനുഭൂതികൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, നിത്യസഹായമാതാവിൻ്റെ പക്കലിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ ഇന്ന്
അൽഫോൻസ് ലിഗോരിയുടെ ഓർമ്മ മനസ്സിലേക്ക് പെട്ടെന്ന് വരണമെങ്കിൽ ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ നോക്കിയാൽ മതി. നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി അല്ലെങ്കിൽ ആ നൊവേന ഇന്ന് നമ്മുടെ ദേശത്തും ഈ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത് അൽഫോൻസ് ലിഗോരിയുടെ അനുയായികളാണ്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ പുണ്യചരിതൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കി മാറ്റാം. നമുക്കറിയാം, ഈ വിശുദ്ധൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പരാജയത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരാജയങ്ങളെയും ഈ നിമിഷം തന്നെ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും യേശുനാഥന് മുൻപിൽ സമർപ്പിക്കാം. ജീവിത പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിക്കുന്ന, ആകുലപ്പെടുന്ന നമുക്കെല്ലാവർക്കും അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം ഒരു വലിയ മാതൃകയായിട്ട് മാറട്ടെ. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ ഭക്തിയിൽ വളരുവാനായിട്ട്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം നമ്മൾ ധ്യാന വിഷയമാക്കിയപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ആ ഒരു പ്രവണത, അതായത് ഗ്രന്ഥങ്ങൾ വായിക്കുക, വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക എന്നൊരു പതിവ്, ആ ഒരു നല്ല സ്വഭാവം നമ്മളിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം തന്നെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും ചെറുതും വലുതുമായത് ലളിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയും നമ്മൾ വായിക്കുക. കാരണം വിശ്വാസത്തിൽ വളരുവാനായിട്ട് നമ്മളെ ഒത്തിരിയധികം സഹായിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അൽഫോൻസ് ലിഗോരിയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ സഭയ്ക്കുമൊക്കെ അഭിവൃദ്ധി കൈവരട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിരന്തരമായിരിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.